14 ചോദിച്ചവരുണ്ട് ഈ തുരുമ്പ് പിടിച്ച കഷ്ടമൊക്കെ എടുത്തിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് വല്ല നല്ല വണ്ടി മേടിച്ചാൽ പോരെ. മലയാള മനോരമ ഇന്റർവ്യൂ വന്നു, TV ചാനൽസ് വന്നു. ഇതാണ് ഇതിന്റെ. ഇത് ഇന്ത്യയിൽ തന്നെ ഒന്നേ ഉള്ളല്ലേ? ഇന്ത്യയിലെ ഒറ്റ പീസാണ്, ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രശ്നമായിരുന്നു MVD-യുടെ പ്രശ്നം. അപ്പൊ MVD-യുടെ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാൻ ഇന്നത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനം കണ്ടോ? നമ്മൾ ഈ കാണാത്ത സാധനങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ക്യൂരിയോസിറ്റി, ഒരു അത്ഭുതമൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇതേ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നത്. യാദർശികമായിട്ട് വഴിയിൽ വെച്ച് കണ്ടതാണെങ്കിലും ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. 1969 മോഡലായിട്ടുള്ളൊരു വണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്രോ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ സ്വന്തം നടത്തിപ്പുകാരൻ വാഹനം എടുത്ത് റീസ്റ്റോർ ചെയ്ത് ഇപ്പോഴും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണിത്. ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. എന്തായാലും പറയാൻ വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും 69 മോഡൽ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് കൊണ്ടു നടക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ആ കൊണ്ടു നടക്കുന്ന ആളെ കൂടി വിളിക്കാം അല്ലേ. ഇതേ നിൽക്കുന്നു സുനു ബാബു. വെൽക്കം ടു അവർ ചാനൽ. ഈ വണ്ടിയുടെ എല്ലാമാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ ഹെഡ് കസ്റ്റംസ് എന്ന് പറയുന്ന സ്ഥാപനം പുള്ളിയുടെ പേരിൽ സ്വന്തം നടത്തുന്നതാണല്ലേ? അതെ, ഞാൻ നടത്തുന്നത്. ഇപ്പൊ ഞാൻ ബേസിക്കലി 2020 സ്റ്റാർട്ട് ചെയ്ത രജിസ്ട്രേഷൻ ആണ്. 2 വർഷം എടുത്ത് ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്യാൻ. 2018 വരെ ഞാൻ TCS വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് IT വിട്ടിട്ട് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഡിസൈനർ അല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ടെസ്റ്റ് മാനേജർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് തുടങ്ങിയ കമ്പനിയാണ് പെട്രോൾ കസ്റ്റംസ്. പെട്രോൾ കസ്റ്റംസ് 2017 സ്റ്റാർട്ട് ചെയ്തത്. 17 തൊട്ട് ബൈക്കുകളായിരുന്നു നമ്മൾ കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ MVD കുറച്ച് സ്ട്രിക്റ്റ് ആയ സമയമായപ്പോൾ നമ്മൾ വിചാരിച്ച് രജിസ്ട്രേഷനിലോട്ട് ഫുൾ തിരിയാണ്. അങ്ങനെ 2020 എടുത്ത വണ്ടിയാണ് ഈ വണ്ടി. വണ്ടിയുടെ ഫോട്ടോസ് അയച്ചു തരാം. വളരെ സ്ക്രാപ്പ് കണ്ടീഷൻ. എടുത്തപ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് ഫോട്ടോ സൈഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കട്ടോ. ഇത് റണ്ണിങ് കണ്ടീഷനിലായിരുന്നില്ല പുള്ളിയുടെ കിട്ടുമ്പോൾ. അതെ, ആലുവ മാർക്കറ്റിനകത്താണ് കിടന്നത്. 2018 ഫ്ലഡിൽ ഒഴുകി വന്ന വണ്ടി. ഒഴുകി അവിടെ തന്നെ കിടന്ന് ആ പരുവത്തിൽ കിടക്കാൻ ഫുൾ ചെളിയും കുളമായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് ആദ്യം തൊട്ട് ഫുൾ ആയിട്ട് റീസ്റ്റോർ ചെയ്യാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യം വർക്ക് ചെയ്ത 4 വീലർ ഇതാണോ? 4 വീലർ ഇതാണ്. മറ്റേ ബൈക്സ് ആയിരുന്നു, കംപ്ലീറ്റ് ബൈക്സ്. ഇതായിരുന്നു ആദ്യമായിട്ടുള്ള 4 വീലർ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ, കസ്റ്റമൈസേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാലോ. അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഈ വണ്ടിയിലേക്ക് വരാം. എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത്? ഞാൻ റീസ്റ്റോർ ചെയ്യാൻ നോക്കിയപ്പം ഏതെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള വണ്ടി വേണമെന്നായിരുന്നു. കാരണം സാധാരണ ജിപ്സിയോ അല്ലെങ്കിൽ താറോ അങ്ങനത്തെ വണ്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുണീക്നെസ് കിട്ടത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ ഇത് നോക്കിയപ്പോൾ തപ്പിയെടുത്തപ്പം ഇത് ആലുവ മാർക്കറ്റിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പം വണ്ടി ഫുൾ ചെളിയായിട്ട് നശിഞ്ഞ് ഫുൾ തുരുമ്പ് കയറി സ്ക്രാപ്പ് കണ്ടിച്ച് എഞ്ചിനും എല്ലാം പോയിട്ടുണ്ടായിരുന്നു പല പാർട്സും. അപ്പൊ ഞാനത് കണ്ട് ആ കണ്ടീഷനിൽ കണ്ട് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ജിജോ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്, എൻ്റെ ഇപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിയുടെ കയ്യിലായിരുന്നു വണ്ടി. അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ പോയി കണ്ട് വണ്ടി മേടിക്കുകയാണ്. എന്നിട്ട് അത് വലിച്ചു കെട്ടി കൊണ്ടുപോയി ഫുള്ള് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് സൂപ്പർ ബി എന്ന് പറഞ്ഞ എടപ്പള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായത്. അവിടെ ഇട്ടാണ് ഞാൻ അന്ന് റീസ്റ്റോർ ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പില്ല, ഞാൻ ഓരോ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം അവിടെ സൂപ്പർ ബിയിലാണ് കൊണ്ട് റീസ്റ്റോർ ചെയ്തത് എടപ്പള്ളിയിൽ. അവിടെ കൊണ്ടുവന്ന് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് കംപ്ലീറ്റ് പാർട്സ്, എഞ്ചിൻ പാർട്സ് ഒക്കെ കൊണ്ടുവന്നത് ജപ്പാനിലാണ്. വയറിംഗ് കിറ്റ് എല്ലാ സാധനങ്ങളും ജപ്പാനിനാണ് കൊണ്ടുവന്നത്. പിന്നെ കൊളംബിയ, ഇന്തോനേഷ്യ, ഇങ്ങനെ 3 രാജ്യത്തിലാണ് പാർട്സ് മൊത്തം കൊണ്ടുവന്നത്. അപ്പൊ അത് ഫുൾ സോഴ്സ് ചെയ്യാനൊക്കെ നല്ല ടൈം എടുത്തു. 2 വർഷം എടുത്തു മൊത്തം റീസ്റ്റോർ ചെയ്യാൻ. 2 വർഷം ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോണവരെ തന്നെ രാവിലെ 8:30 ആകുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ പോകും. അവിടെ രാവിലെ തൊട്ട് ചെന്ന് പാർട്സും സാധനങ്ങളും ലേറ്റിൽ പോകേണ്ട സാധനങ്ങൾ ലേറ്റിൽ ചെയ്യുക, എല്ലാം ചെയ്തിട്ട് വൈകുന്നേരം 6:30-7 മണി വരെ വർക്ക്ഷോപ്പ് അടക്കുന്നവരെ അവിടെ കാണും. അങ്ങനെ 2 കൊല്ലം എടുത്തിട്ടാണ് തീർത്തത്. അങ്ങനെയാണ് വണ്ടിപ്പണിയും പഠിച്ചു. വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പം മെക്കാനിക്കൽ പരമായിട്ട് അത്ര വിവരമില്ല, വണ്ടി ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ. എന്നാലും നല്ല മെക്കാനിക്സ് ഒക്കെ ഉള്ളത് കാരണം വണ്ടി രജിസ്റ്റർ ചെയ്യാൻ. അതെ, വണ്ടി ഇപ്പം ഈ വണ്ടിയുടെ തന്നെ പല പാർട്സും നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന പാർട്സ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ക്ലച്ച് നമ്മൾ കോളിസിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടർ യൂസ് ചെയ്യുന്ന ബെലോയുടെ പിക്കപ്പിന്റെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാർട്സ് കിട്ടാനുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ പിന്നെയും ജപ്പാനിൽ നിന്ന് പാർട്സ് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തെടുത്ത വണ്ടി. ജാപ്പനീസ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്.
വണ്ടിയുടെ പേര് നമ്മൾ പറഞ്ഞില്ല. വണ്ടിയുടെ പേര് ഡൈഹാറ്റ്സു എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ ഡൈഹാറ്റ്സുന്റെ വൈൽഡ് കാറ്റ് ടാഫ്റ്റ് എന്നാണ് ഈ വണ്ടിയുടെ ഫുൾ നെയിം. ഓക്കെ, അതാണ് ഈ മോഡൽ. വൈൽഡ് കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഈ ഒരു കട്ട് ചേസ് കട്ട് ചേസ് ആണ്. ഇത് ഒറിജിനൽ ഈ ലെങ്തേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. കട്ട് ചേസ് അല്ല, കട്ട് ചെയ്ത് ചേസ് കട്ട് ചെയ്തല്ല, വണ്ടി അങ്ങനെയാണ്. ഷോർട്ട് വീൽ ബേസ് ആണ്. ഷോർട്ട് വീൽ ബേസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾ ഇതെല്ലാം ഒറിജിനൽ. ഇത് കൊളംബിയന്ന് കൊണ്ടുവന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ആക്ച്വലി പലരും എന്റെ അടുത്ത് പറഞ്ഞത് അംബാസഡറിന്റെ പഴയ മാർക്ക് 1 മാർക്ക് 2 ഒക്കെ അംബാസഡറിന്റെ ഇത് വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒറിജിനാലിറ്റി വേണമെന്ന് പറഞ്ഞ് കൊളംബിയന്ന് തന്നെ ഓർഡർ ചെയ്ത്. ബാക്കിലെ ടെയിൽ ലാംപ്സും ഒക്കെ കൊളംബിയന്നാണ്. ഈ ഹെഡ്ലൈറ്റ് സാധാരണ നമ്മുടെ മഹേന്ദ്ര പിക്കപ്പിന്റെ ഹെഡ്ലൈറ്റ്. ഇതാണ്ടോ പേര്, പെട്രോൾ ഹെഡ് കസ്റ്റംസ് എന്നാണ് പേര്. റീസ്റ്റോർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് ഇതാണ്. പിന്നെ നമുക്ക് സൈഡിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ വേറെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ലോഗോ തന്നെയാണ്, പെട്രോൾ കസ്റ്റംസ് ലോഗോയാണ് യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ഗില്ലാണ്. ഹെഡ്ലൈറ്റ്സ് ഇവിടുത്തെ ലോക്കലാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒറിജിനലാണ്. പിന്നെ ബമ്പർ ഒരു ചെറിയ ബമ്പർ ആക്കി വെച്ചതാണ്, ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ പെട്രോൾ കസ്റ്റംസിന്റെ പിന്നെ നമ്പർ പ്ലേറ്റും കൂടെ വെക്കാനുള്ള വിത്ത് വെച്ച്, ചെറിയ വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു അതിന്റെ ആവശ്യമുള്ളതെന്ന് തോന്നിയാണ് അങ്ങനെ ചെയ്തത്. നേരെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരും. ഫ്രണ്ടിൽ പറയുമ്പോൾ ഇവിടെയൊക്കെ വേറെ സംഭവങ്ങളൊന്നുമില്ല. മേളിൽ നിന്ന് വരുന്ന വൈപ്പറാണ് വരുന്നത്. എല്ലാം ഫംഗ്ഷനിങ് ആണ്. അങ്ങനെ ഫംഗ്ഷനിങ് അല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. നേരെ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലോട്ട് വരുമ്പോൾ ഇത് ബേസിക്കലി അലോയ്സ് ആണ് ഇല്ലാതെ കിടന്നിരുന്നത്. നമ്മൾ ഒറിജിനൽ സ്റ്റീൽ റൂം ആക്കിയതാണ്. സ്റ്റീൽ റൂം തന്നെ 6.5J ആയിരുന്നു ഇല്ലാത്ത ഒറിജിനൽ സൈസ്. അപ്പൊ വിട്ടുള്ള ടയർ ഇടാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇതിന്റെ റിമ് വലുതാക്കി 8.8J ആക്കി. 8J ആയപ്പോ അതിന് പറ്റിയ ഓഫ് റോഡ് ടയേഴ്സ് ഇടാൻ പറ്റും, വിട്ടുള്ള ടയേഴ്സ് ഇടാൻ പറ്റും. അതിന് എസ്തറ്റിക്കൽ ലുക്കിന് വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോ ജിപ്സിയുടെ ടയറാണ്, ജിപ്സിയുടെ ടയറാണ് യൂസ് ചെയ്യുന്നത്. ജിപ്സി ഞാൻ പഴയ ജിപ്സി കിടന്ന ടയേഴ്സ് 4, കാരണം ഞാനിത് സ്ഥിരം ഓഫ് റോഡ് അങ്ങനെ കൊണ്ടു നടക്കാറൊന്നുമില്ല. അപ്പൊ അത് കാരണം പഴയ ടയർ യൂസ് ചെയ്തത്, പുതിയ മേടിച്ചിട്ടില്ല. ഇത് ഓൾട്ടറൈൻ ടയർ ആണോ? അല്ല, മട്ടറൈൻ ടയർസ്. ഇത് 4x4 വണ്ടിയാണ്. 4x4 കൂടെയാണ്. പക്ഷെ ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ്. നമ്മൾ ഇതുപോലെ ഓഫ് റോഡ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിന്റേതായ റിസ്ക് എടുക്കും. കാരണം വല്ല നമ്മൾ ഓഫ് റോഡിൽ പോയിട്ട് എന്തെങ്കിലും ഒടിയോ പൊളിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വണ്ടിയാണ് നമുക്ക് പണിയാണ്. ഇതാകുമ്പോ പിന്നെ നമ്മൾ പാർട്സ് നടക്കേണ്ടി വരും. അത് കാരണം അതുകൊണ്ട് ഞാൻ പോണത് ജിപ്സിയിലാണ് ഓഫ് റോഡ് പോകുന്നത്. ഇത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ഓൾറെഡി ഏരിയയിൽ നിന്നുള്ള ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇല്ല, മിറർ ഞാൻ മേടിച്ചതാണ്. ഞാൻ അലിബാബയിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ഓർഡർ ചെയ്തതാണ്. അത് പഴയ ഒരു വിന്റേജ് ലുക്കിന് വേണ്ടിയാ ചെയ്തത്. നേരെ നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഈ സീറ്റ് കംപ്ലീറ്റ്ലി ഒന്നും ഇല്ലായിരുന്നു, സീറ്റായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് പഴയ ജിപ്സി കിടന്ന സീറ്റ് എടുത്ത് ഞാൻ റീഫർണിഷ് ചെയ്തതാണ്. ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ അകത്ത് നമ്മുടെ പെട്രോൾ കസ്റ്റംസിന്റെ ലോഗോ ചെയ്തെടുത്തിട്ടുണ്ട്. ആകെ ഈ വണ്ടിയിൽ വേറെ വണ്ടിയുടെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയിലെ ഡാഷ്ബോർഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ടീക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. പിന്നെ മീറ്റേഴ്സ് എല്ലാം വില്ലീസിന്റെ ആണ്, ജീപ്പിന്റെ അതെ. മ്യൂസിക് സിസ്റ്റം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോബും പിന്നെ നമ്മുടെ 4x4 ഗിയർ നോബും ഉണ്ട്. ബാക്കി ഇന്റീരിയർ കൂടുതൽ മെനക്കെടാനൊന്നും പോയില്ല. ക്ലാസിക് ലുക്കിലാണ് വെച്ചതേ ഉള്ളൂ. ലക്ഷറി ആക്കിയിട്ട് കാര്യമില്ല. നമ്മള് AC അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടേണ്ട ആവശ്യമില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയൊന്നും അല്ല. ഇവിടെ സ്പീക്കേഴ്സ്, 2 സൈഡിലും സ്പീക്കേഴ്സും കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ട്, വില്ലീസിന്റെ സ്റ്റിയറിംഗ് വീലാണ് യൂസ് ചെയ്യുന്നത്. പഴയ വില്ലീസിന്റെ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല. ഹൈപ്പറിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ സാധാരണ അപ്പുറത്താണ് ആ താഴെ കാണുന്ന അത് വലിക്കുന്നതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ലിവർ ചോദിച്ചത് ഇത് ഹോണിന്റെയാണ്. ഇത് ഹോണിന് മാത്രമുള്ള ലിവർ. അതെ, ഹോണിലാണ്. മറ്റേത് അവിടെ താഴത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്വിച്ചുകളാണല്ലേ. അതെ, അടിപൊളി. ട്യൂട്ടറൊക്കെ ഉണ്ടല്ലോ. ട്യൂട്ടർ ഉണ്ട്. മ്യൂസിക് പാട്ട് കുറച്ച് ക്രേസ് ഉള്ള ആളാണല്ലോ. അപ്പൊ അത് കാരണം മ്യൂസിക് സിസ്റ്റം നല്ല ഏതായാലും പാട്ട് വേണം. അതെ, പാട്ട് വേണം. നേരെ ബാക്കിലേക്ക് വരുമ്പോ ഒരു എന്താ പറയാ പിക്കപ്പ് വണ്ടിയുടെ പോലത്തെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇത് പുറത്ത് തേക്ക് ചെയ്യാത്തതിന് കാരണം മഴയും വെയിലും ഫുൾ ടൈം കൊള്ളുന്നില്ലേ. അപ്പൊ നശീവെന്ന് ഉറപ്പാണ്. അത് കാരണം ചെയ്തതാണ്. ഇപ്പൊ അത് 5 വർഷമായി, അതുകൊണ്ടാണ് ഈ പാടുകളൊക്കെ വന്ന് കിടക്കുന്നത്. ബാക്കി ഇങ്ങനെ തന്നെയാണ് വണ്ടിയുടെ
ശരിക്കുള്ള രൂപം. ഇതിപ്പോ പണിഞ്ഞ് തീർത്തിട്ട് 5 വർഷമായി. 5 വർഷമായി. ഇനിയിപ്പോ വീണ്ടും 2028 വരെ പേപ്പർ വാലിഡ് ആണ്. 2028 എനിക്ക് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് റീടെസ്റ്റ് ചെയ്യാം. തമിഴ്നാട് രജിസ്ട്രേഷൻ കോയമ്പത്തൂർ കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത് ബാക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പോർഷനില് ഇത് ശരിക്കും മഹേന്ദ്രയുടെ പിക്കപ്പിന്റെ ടോപ്പാണ്. എന്നിട്ട് ഈ ബാക്കിലെ ഗ്ലാസും ഈ വരുന്ന ഗ്ലാസും ശരിക്കും മഹേന്ദ്രയുടെയാണ്. ബൊലേറോ പിക്കപ്പിന്റെ അതിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു ശരിക്കും? ഇത് ഒന്നുമില്ലായിരുന്നു, അടഞ്ഞല്ല, ഓപ്പൺ ആയിരുന്നു, ഫുള്ളി ഓപ്പൺ ആയിരുന്നു. അപ്പം എനിക്ക് ക്ലോസ്ഡ് ആക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. മഹേന്ദ്ര പിക്കപ്പിന്റെയാണ് ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ സാധനങ്ങളൊക്കെ വണ്ടി വെച്ചിട്ട് പൂട്ടിയിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ പരിപാടി നടക്കൂല. അതുകൊണ്ടാണ്. വേറെ ഇവിടെ എന്തെങ്കിലും? ഇവിടെ ഇട്ടില്ല. ടെയിൽ ലാംപ്സും ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലൈറ്റും എല്ലാം കൊളംബിയന്ന് കൊണ്ടുവന്നതാണ്. കൊളംബിയനെ കൊണ്ട് ആ ഹെഡ് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററിന്റെ ഒപ്പം തന്നെ വന്നതാണല്ലേ. പിന്നെ വണ്ടിയുടെ എവിടെയും പേരൊന്നും മെൻഷൻ ചെയ്യാനായിട്ട് വൈൽഡ് കാറ്റ് എന്നാണ് വണ്ടിയുടെ പേര്. അപ്പൊ വണ്ടിയുടെ പേര് മാത്രം ഞാൻ ചെറുതായിട്ട് നമ്പർ പ്ലേറ്റ് വരെ ചെയ്തു. ഇപ്പുറത്ത് നമ്മുടെ നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഇത് ഇതേപോലെയാണ്. ഡബിൾ ഡോർ ആണ്. രണ്ട് സൈഡിനായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വണ്ടി പണിതതിന് ശേഷം എവിടെയൊക്കെ കൊണ്ടുപോയി? കേരളത്തിനകത്തുള്ള ഓടിപ്പോ മാത്രമേ ഉള്ളൂ. പിന്നെ കോയമ്പത്തൂർ ഒരു വർഷം റീടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി. അല്ലാതെ പക്ഷെ മുതലാവൂല. കാരണം കോയമ്പത്തൂർ പോയപ്പോൾ തന്നെ എനിക്ക് വന്ന് 10 രൂപയുടെ മുകളിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമാണ്. കാരണം മൈലേജ് ഒക്കെ 4-5 കിട്ടിയ വലിയ, കാരണം 1600cc ആണ് പെട്രോൾ എഞ്ചിൻ, ഒറിജിനൽ എഞ്ചിനാണ്. പഴയ മൈലേജ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കൊണ്ടുനടക്കൽ പാടാണ് സത്യം പറഞ്ഞത്. കോയമ്പത്തൂർ കൊണ്ടുപോയാൽ പറ്റുമോ, റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. ശരിക്കും ഇതൊരു ഐബോൾ ക്യാച്ചിങ് ആണ്. എവിടെ ചെന്ന് നിന്നാലും ആൾക്കാർ നോക്കും. ഇപ്പൊ തന്നെ നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇടയിൽ പലരും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത് എന്താ സാധനം. ആൾക്കാർക്ക് ഇത് ഏതാ വണ്ടീന്ന് മനസ്സിലാവില്ല. സാധാരണ എല്ലാവരും വണ്ടിയുടെ ഫ്രണ്ടിലെ ലോഗോ വെച്ചാണ് നോക്കുന്നത്. നമ്മൾ ലോഗോ പെട്രോൾ കസ്റ്റംസിന്റെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതാ വണ്ടീന്ന് മനസ്സിലാവില്ല. ഇതിനകത്ത് ആകെ കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബോണറ്റ് ഉറക്കുകയാണെങ്കിൽ ഒരു എഞ്ചിന്റെ ഓയിലില്ലേ, ഓയിൽ ഒഴിക്കുന്നതിന് കവറിന്റെ ഓയിലില് ഡൈഹാറ്റ്സു ഉണ്ട്. അത് മാത്രമാണ് ആകെ ഉള്ള സിമ്പിൾ. ഇതൊന്ന് തുറന്ന് നമുക്ക് കാണിക്കാം. കുറച്ച് വിശേഷങ്ങൾ കൂടി. ഈ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആൾക്കാരെല്ലാരും ഓടിച്ചോണ്ട് പോകുമ്പോ അടിപൊളിയാണെന്നൊക്കെ കാണിക്കാറുണ്ട്. ഇഷ്ടംപോലെ ഹാൻഡ് സിഗ്നൽ ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഫോട്ടോയും വീഡിയോ ഇഷ്ടംപോലെ എടുക്കാറുണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ റണ്ണിങ് ഷോട്ട്സും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എവിടെ കൊണ്ടിട്ട അടുത്ത ചോദ്യം ഇതാണ്, ചേട്ടാ വണ്ടി കൊടുക്കുമെന്നാണ്. വണ്ടി ഏതാണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. പക്ഷെ വെറുതെ വന്നിട്ട് ചോദിക്കല്ല, മേടിക്കാൻ വേണ്ടി ചോദിക്കുന്നൊന്നുമല്ല, വെറുതെ ചുമ്മാ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് കൊടുക്കില്ല എന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് പറയാറുള്ളത്. പഠിച്ചതാണ് ഞാൻ. എന്റെ ഒരു 2 വർഷത്തെ പ്രയത്നമാണിത്. അപ്പോ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? കാരണം ഇത് എടുക്കാൻ നേരത്ത് ഫാമിലി എന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ബേസിക്കലി വീട്ടിൽ തന്നെ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഇല്ലാതെ ഞാൻ ഈ ജോലി വിടുന്നത്. കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ 11 വർഷം വർക്ക് ചെയ്തിട്ടാണ് ജോലി വിട്ടത്. അപ്പൊ അത് കഴിഞ്ഞ് പെട്രോൾ കസ്റ്റംസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പം വീട്ടുകാർ എന്തോ ചെയ്യാൻ പോണേന്ന് അവർക്ക് അറിയില്ല. അപ്പം അതിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവർ യൂസ്ഡായി. നമ്മൾ വണ്ടികൾ ചെയ്തു അടങ്ങി കഴിഞ്ഞു. പിന്നെ ഇതേപോലെ ഇന്റർവ്യൂ വന്നു, മലയാള മനോരമ ഇന്റർവ്യൂ വന്നു, TV ചാനൽസ് വന്നു. അപ്പൊ അങ്ങനെ അപ്പൊ കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രശ്നമായിരുന്നു MVD-യുടെ പ്രശ്നം. അപ്പൊ MVD-യുടെ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും കസ്റ്റമൈസേഷൻ അങ്ങ് ചവിട്ടിയിട്ട് റീസ്റ്റോറേഷനിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ ആ റീസ്റ്റോറേഷനിലെ ഫസ്റ്റ് പ്രോജക്റ്റ് ഇതായിരുന്നു. അങ്ങനെ ബാക്കിയെല്ലാം ബൈക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പണ്ട് ഞാനൊരു സുവേഗ എന്ന് പറഞ്ഞ ഒരു മോട്ടോർ ബേക്കൺ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയുടെ ഒരു മോപ്പഡ് പോലത്തെ വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വണ്ടിയൊക്കെ റീസ്റ്റോർ ചെയ്തപ്പോൾ റീസ്റ്റോറേഷൻ അന്നും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 4x4 കയറുന്നത് ഈ വണ്ടിയാണ്. ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട്, ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ക്രൈസ് ആയിരുന്നു. കാരണം ആൾക്കാരെല്ലാവരും ഇതിന്റെ അപ്ഡേറ്റ്സ് എന്നും ചോദിക്കും, വിളിക്കുമ്പം ഫോട്ടോസ് ചോദിക്കും, വീഡിയോസ് ചോദിക്കും. പലപ്പോഴും വർക്ക്ഷോപ്പിൽ വന്നിരിക്കും കമ്പനി വരാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സിന്റെ സൈഡിന് ഫുൾ സപ്പോർട്ടായിരുന്നു. ആരും അങ്ങനെ എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചില്ല. അങ്ങനെ എനിക്കുള്ള ഭ്രാന്ത് അവർക്ക് അറിയാം, അതുകൊണ്ട് ചോദിക്കാത്തതാണ്. 14 ചോദിച്ചവരുണ്ട്, ഈ തുരുമ്പ് പിടിച്ച കഷ്ടമൊക്കെ എടുത്തിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് വല്ല നല്ല വണ്ടി മേടിച്ചാൽ പോരെ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ ഈ കിട്ടുന്ന യുണീക്നെസ് വേറെ വണ്ടി പണിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് തന്നെ പോയത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പൊ MVD-യുടെ കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് റോഡിൽ കൂടി പോകുമ്പോൾ അവരുടെ ഒരു ആക്ച്വലി ഒരിക്കലൊരു നല്ല രസമുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ കോയമ്പത്തൂരിന്ന് തിരിച്ച് റീടെസ്റ്റ് കഴിഞ്ഞിട്ട് പാലക്കാടോട്ട് ഓടിച്ചോണ്ട് വരുന്ന വഴിക്ക് വന്നപ്പോൾ പേപ്പറൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയ്യിൽ പേപ്പേഴ്സ് ഇല്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഇതേപോലെ ഫ്ലൈയിങ് സ്ക്വാഡിൽ നിന്ന് ഒരു പോലീസുകാരെ ഇറങ്ങി വന്ന് റോഡിൽ വന്ന് കൈ കാണിച്ചു. ഞാൻ വെച്ച് പിടിച്ചതായിരിക്കും. ഞാൻ ലെഫ്റ്റ് വണ്ടി ഒതുക്കി
വണ്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളി ഓടി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് ഏതാ വണ്ടി എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി വണ്ടി പിടിക്കാൻ വേണ്ടിയല്ല, വണ്ടി അറിയാൻ വേണ്ടിയാണ്. അപ്പൊ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കോയമ്പത്തൂർ പോണ വഴിക്ക് വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ചാലക്കുടി അവിടുന്ന് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് വണ്ടിപ്രാന്തന്മാർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ആരോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ചോദിച്ചാൽ ഇത് ഏതാ വണ്ടി എന്ന് ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി ആ വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഏതാ വണ്ടി എന്നറിയില്ല. അപ്പൊ നമ്മളെ വണ്ടി കണ്ടപ്പോ ചാടി വീണ് അത് ചോദിക്കാതെ ഈ വണ്ടി എന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി കോമഡിയാണ്. പുള്ളി എന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് പുള്ളി എന്റെ വണ്ടി പ്രാന്തം പിന്നെ ഇട്ട് വന്നു. അതായത് വണ്ടിയും കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥയും കിട്ടിയിട്ടുണ്ട് പുള്ളി പോസ്റ്റ് ഇട്ട്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം കൈ കാണിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടൗണിൽ കൂടെ ഒക്കെ ഇത് കൊണ്ടുനടക്കാറ് ഞാൻ കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിലാണ് വീഡിയോ ചെയ്യുന്നത്. സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ പക്ഷെ 2002 ബിടെക് പഠിക്കാൻ വേണ്ടി ക്യുസാറ്റി വന്നതാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. 2006 കഴിഞ്ഞിട്ട് ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്തത്. TCS എന്ന് പറഞ്ഞ കമ്പനിയിൽ 7 വർഷം, 4 വർഷം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 11 വർഷം IT ജീവിതം കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് തിരിഞ്ഞത്. ഇപ്പൊ ഇതിനകത്തേക്ക് തിരിഞ്ഞപ്പോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അറിയാലോ അയാളുടെ സാലറിയും ഒരു സെറ്റിൽ ആയിട്ടുള്ള ലൈഫൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ആക്ച്വലി സാലറി വൈസ് എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് അറിയാമായിരുന്നു ആ സാലറി ഇനി ഒരിക്കലും കിട്ടത്തില്ല. കാരണം നമുക്ക് കിട്ടിയിരുന്ന സാലറി വളരെ കൂടുതലായിരുന്നു. ഈ ബിസിനസിന്റെ അകത്ത് അത്ര കാശ് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും ചെയ്യുന്ന സംഭവം ഇഷ്ടമായതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം, ആ ഒരു പാഷന്റെ പുറത്താണ് ഇതിലോട്ട് തിരിഞ്ഞത്. ഇതിപ്പോ സമാധാനമുണ്ട്. വർക്ക് തന്നെ ഒരു വണ്ടി അറ്റ് എ ടൈമേ ചെയ്യത്തുള്ളൂ. അപ്പൊ തീർന്നു കഴിഞ്ഞാൽ അടുത്തതിൽ പിടിക്കാതെ എല്ലാം കൂടെ ചാടി പിടിച്ച് പണിഞ്ഞു തീർക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് കാണിക്കാം. ഇതെങ്ങനെ തുറക്കുക? അകത്തുനിന്ന് തന്നെ തുറക്കണം അല്ലേ? ഇവിടെയാണ്, ഇപ്പുറത്തെ സൈഡിലാണ്. ആണെങ്കിൽ ഇവിടെയാണ് എടുക്കണുണ്ടോ? അവിടുന്ന് അപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടാവും അല്ലേ? ഇതാണ് ഇതിന്റെ. ഇതിപ്പോ ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ ഒരു രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇതിങ്ങനെ മൊത്തത്തിൽ പണിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ ആകെ ഉള്ള ഒരു ഡൈഹാറ്റ്സുവിന്റെ എംബ്ലം അല്ലേ? ഈ എംബ്ലം ഇത് മാത്രമാണ് ഈ വണ്ടിയിൽ എംബ്ലം ആയിട്ടുള്ളൂ. അത് ഒറിജിനൽ എഞ്ചിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി അത് തൊട്ടില്ല. ബാക്കി കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്ത് നമ്മൾ പണിഞ്ഞെടുത്തത്. ഫിൽറ്ററും എല്ലാം രണ്ടാമത് ചെയ്തതാണ്. അടിപൊളി. ബ്രേക്ക് ബൂസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, ബ്രേക്ക് ബൂസ്റ്റേഴ്സ് മഹേന്ദ്ര പിക്കപ്പിന്റെ ആണ്. ക്ലച്ച് കോളിസിന്റെ ആണ്. നമുക്ക് ഇവിടെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. വണ്ടി ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഓടിക്കാൻ തരുമോന്നൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ടോ? ഓടിക്കാൻ പാടാണ്. മറ്റേ കാരണം ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, അതൊരു പ്രശ്നമാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് അല്ല. പിന്നെ ബ്രേക്ക് പമ്പ് ചെയ്തിട്ട് ചവിട്ടിയാലേ നിൽക്കത്തുള്ളൂ. സാധാരണ പിള്ളേർ ഓടിക്കുന്നവരോ ആഞ്ഞിട്ട് ചവിട്ടി ഒറ്റ പിടി ഓടിച്ച് അങ്ങനെ നിൽക്കൂല. ഒന്ന് പമ്പ് ചെയ്തിട്ട് ചവിട്ടാത്ത ചവിട്ടിൽ നല്ലൊരു നിൽക്കും. പണ്ടത്തെ വണ്ടി ഓടിച്ച് ശീലമുള്ളതൊക്കെ. ഇപ്പൊ പഴയ ഞാൻ എന്റെ ആദ്യത്തെ അടുത്ത 4x4 MM 540 ആയിരുന്നു. അപ്പൊ അത് ഓടിച്ച എനിക്ക് നല്ല അപ്പൊ അതനുസരിച്ച് ഓടിക്കാൻ സുഖമാണ്. ജിപ്സി ഇല്ലകാലം സുഖമാണ് ഓടിച്ചോണ്ടിരിക്കാൻ. കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്. മാത്രമല്ല പവർ സ്റ്റിയറിംഗ് അതിൽ വരുന്നുണ്ട്. ഇത് അടച്ചേക്ക്. ഓക്കെ. എല്ലാം ഒന്നും വീണ് ഇതാവണ്ട. നമ്മൾ ഇങ്ങനത്തെ വിന്റേജ് ക്ലാസിക് വണ്ടികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ കമന്റ് വരാറുണ്ട്, ഇത്രയും പഴയ വണ്ടികളൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ, അവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ അങ്ങനെ കമന്റ് വരാറുണ്ട്. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇവരെ പോലുള്ള ആൾക്കാർ ഇതൊക്കെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിയും. ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന അവരുടെ ഇഷ്ടം, അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ? നല്ല പവർ, നല്ല ടോർക്കാണ്. എന്നാൽ ഞാൻ പവറിനെക്കാളും കൂടുതൽ പറയുമ്പോൾ ടോർക്കാണ്. കാരണം ഗിയർ ഡൗൺ ചെയ്യുന്ന ആവശ്യം വരാറില്ല. വണ്ടി 4 സ്പീഡ് ആണ്. 4 സ്പീഡ് മാനുവൽ ആണ്. 4 സ്പീഡ് ആണ്. ഇത് ഒറിജിനൽ ഗിയർ ബോക്സ് ആണ്, മാറ്റിയിട്ടൊന്നുമില്ല. 4x4 അത് തന്നെ ഒറിജിനൽ തന്നെയാണ്, ഒന്നും മാറ്റിയിട്ടില്ല. കുറച്ച് ആക്സിഡന്റ് കൂടുതൽ കൊടുത്താൽ കയറിപ്പോയി ടൗണിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഇതായിട്ട്. ഓക്കെ. അപ്പോ ഇത് ഇന്ത്യയിൽ തന്നെ ഒന്നേ ഉള്ളല്ലേ? ഇന്ത്യയിലെ ഒറ്റ പീസാണ് എന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മള് കഴിഞ്ഞ വർഷം വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ആരും ഇത്രയും കാലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ കാരണം ഫേസ്ബുക്കില് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും വന്നിട്ടില്ല ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഈ വീഡിയോ കാണുന്ന എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഒരു ഇന്ത്യയിൽ തന്നെ ഇത് ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയത്. ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നു. ഇവിടുന്ന് വെള്ളപ്പൊക്കത്തിൽ കിടന്ന് നശിച്ചു പോകേണ്ട ഒരു സാധനം എടുത്ത് റീസ്റ്റോർ ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. 1600cc പെട്രോൾ എഞ്ചിൻ. ടാങ്ക് കപ്പാസിറ്റി എത്രയാ?
ടാങ്ക് കപ്പാസിറ്റി ഓൾട്ടോയുടെ കപ്പാസിറ്റി ഇതാണ് ടാങ്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 25-30 ഉള്ളൂ. പിന്നെ അത്രയും മാത്രമേ നമ്മൾ ഓടിക്കാറില്ല, അത്രയും ലോങ് ഒന്നും ഓടിക്കാറില്ല. ഇത് എടുത്ത സമയത്ത് കോമഡി എന്താന്ന് പറഞ്ഞാൽ ആ ടാങ്കിന്റെ അകത്ത് ഫുൾ 2018 വെള്ളപ്പൊക്കത്തിന്റെ വെള്ളമായിരുന്നു. അതിന്റെ അകത്ത് ചെളിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ ആ ടാങ്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ഫുൾ ദ്രവിച്ചു. അങ്ങനെ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഓൾട്ടോയുടെ വെച്ചത്. ഓൾട്ടോയുടെ ടാങ്ക് കപ്പാസിറ്റി ആണ് വണ്ടിക്ക്. അപ്പൊ എടുക്കുമ്പോ രാവിലെ എങ്ങനെ ഇതിനകത്ത് എത്രയൊക്കെ ഉണ്ട്? ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്, എങ്ങനെ അടിക്കാറ്? പെട്രോൾ അടിക്കുന്നത് സാധാരണ ഞാൻ വണ്ടി പുറത്തിറക്കുന്ന ദിവസം 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. പിന്നെ ഇട്ടാവട്ട ഒട്ടേ ഉള്ളൂ, അല്ല ലോങ് ഒന്നും കൊണ്ടുപോകാറില്ല. പെട്രോൾ ലെഫ്റ്റ് സൈഡിലാണ്, ഡോറിന്റെ സൈഡിലായിട്ടാണ്. പെട്രോൾ പമ്പിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താ വണ്ടി എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അത് ചോദിക്കാറുണ്ട്. പെട്രോളാണ്. പെട്രോൾ എന്ന് പറയുമ്പോൾ പിന്നെ എടുത്തു ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പെട്രോൾ വണ്ടിയാണെന്ന് പറയും. എനിക്കൊരു സംശയമുണ്ട്, ആദ്യം കണ്ടപ്പോ ഡീസൽ ആണോ ആ ഒരു സ്മൂത്ത് മറ്റേ ഷിവറിംഗ് ഒന്നും ഇല്ല. ഇത് F20 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് F50 എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട് ഈ വണ്ടിക്ക്. അത് 2.5 ഡീസലാണ്. 2500 ഡീസലാണ്. പവറുള്ള അല്ലേ? ഞാനിപ്പോ ഇതിന്റെ അകത്ത് ഇരുന്നപ്പോഴും ആ ഒരു എന്താ പറയാ വൈബ്രേഷനോ സംഭവങ്ങളൊന്നും സ്മൂത്ത് ആണ്. അപ്പൊ പെട്രോൾ എഞ്ചിനാണ്, എന്നാലും പഴയതിന്റേതായ ഒരു പ്രശ്നങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇനി ഏതൊക്കെ വണ്ടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനസ്സിൽ? ഇപ്പൊ ഇല്ല, വണ്ടികൾ ഞാനങ്ങനെ കളക്ടർ ഒന്നും അല്ല. പിന്നെ അല്ല, ബേസിക്കലി ഇപ്പൊ ജിപ്സി ഉണ്ട്, അതുകൂടെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് റോഡിങ്ങിന് സ്ഥിരം കൊണ്ടുപോകാം. അപ്പൊ അതിനുവേണ്ടി 2 ഇഞ്ച് ഹൈറ്റ് ലിഫ്റ്റും കൂട്ടിയിട്ടുണ്ട്. പിന്നെ മട്ടറൈൻ ടയേഴ്സ് 31 ഇഞ്ച് ആക്കി, കുറച്ചും കൂടെ വലിയ ടയേഴ്സ്. ലീഗലി ഉള്ള രജിസ്ട്രേഷൻ അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി AC ഉണ്ടായിരുന്നു, അത് കാർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാർഡ് ടോപ്പും ആണ്, അതുകൊണ്ട് AC കറക്റ്റായിട്ട് നിന്നോളൂ. അപ്പോൾ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് പേര് ഇതുപോലെ പഴയ വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒരു അഡ്വൈസർ എന്ന രീതിയിൽ ഇതിപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാക്സിമം കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ പാർട്സ് തന്നെ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻഡിക്കേറ്ററിന്റെ കാര്യം പറഞ്ഞു, അത് ഒറിജിനൽ ഇൻഡിക്കേറ്റർ വന്നാലേ ആ ഒരു ഭംഗി വരും. അല്ലാതെ വേറെ ആണെങ്കിൽ എടുത്തറിയും, അപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലായി ഇത് വേറെ വണ്ടിയുടെ എല്ലാം ചോദിക്കും. അപ്പൊ അത് കാരണം മാക്സിമം കിട്ടാൻ പറ്റുന്നത് ഒറിജിനൽ പാർട്സ് തന്നെ വെക്കുക. പിന്നെ മെക്കാനിക്കലി പാർട്സ് വേറെ യൂസ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലച്ചിന്റെ കാര്യം പറഞ്ഞു, അത് കുഴപ്പമില്ല. അതിപ്പോ നമ്മൾ ഒന്നാമത് മാറ്റേണ്ട ആവശ്യമുള്ള സാധനമായതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് മേടിച്ചു വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പൊ അതുകൊണ്ട് ആ പർപ്പസിന് അതേപോലത്തെ വണ്ടികൾ സർവീസ് നമുക്ക് ഈസി അതായിരിക്കും. അതെ സർവീസ് അതെ. ഇതിപ്പോ ഈ വണ്ടിയൊന്നും ഞാൻ എടുത്തിട്ട് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓടിച്ചോണ്ട് നടക്കും, ഇടയ്ക്കൊന്ന് എഞ്ചിൻ ടോപ്പ് അപ്പ് ചെയ്യും, ഓയിൽ ചെയ്യും, അത് കൊണ്ടുപോയും, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വലിയ മെയിൻ്റെനൻസ് ഒന്നും ആവുന്നില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പൊ ചില ആൾക്കാർ പഴയ വണ്ടി എടുത്ത് ലക്ഷറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ മാക്സിമം ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു വിന്റേജ്നെസ് നിലനിർത്താൻ പറ്റും അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ പുള്ളിക്കാരനോട് വീണ്ടും ഒരുപാട് നന്ദിയുണ്ട്, വിളിച്ചപ്പോൾ തന്നെ വന്നതിന്, സമയം തന്നതിന്. വണ്ടി ഒരെണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിപ്സി, അത് നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യാമല്ലോ, അതിന്റെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഈ കമ്പനി ആരും മറക്കണ്ട, പെട്രോൾ ഹെഡ് കസ്റ്റംസ് എന്നാണ് ആളുടെ റീസ്റ്റോറേഷൻ കമ്പനിയുടെ പേര് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അത് ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് വണ്ടി കസ്റ്റം ചെയ്യണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അറ്റ് എ ടൈം ഒരു വണ്ടിയാണ് അറ്റ് എ ടൈം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നിന്നാൽ മതി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. സേഫ് ആയിട്ട് ഓടിക്കുക. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആർക്കെങ്കിലും വണ്ടി വിൻറ്റേജ് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ വണ്ടിയെ പറ്റിയൊക്കെ നമ്മുടെ ചാനലിൽ കൂടി വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇതുപോലെ നമുക്ക് ചില്ലായിട്ട് ഇന്ന് സംസാരിക്കാം അല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമുക്കൊരു ബൈ കൊടുത്ത് പിരിയാം. ബൈ.